ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച നിർണായക ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. തന്ത്രപരമായ പങ്കാളിത്തം വളർത്തിയെടുക്കുക, ഇരട്ട നികുതി ഒഴിവാക്കുക, വരുമാന നികുതിയിൽ നിന്നുള്ള സാമ്പത്തിക വെട്ടിപ്പ് തടയുക എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച 2 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രധാനമന്ത്രിയും ഖത്തർ അമീറും തമ്മിൽ നടന്ന പ്രതിനിധിതല കൂടിക്കാഴ്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങളിലെ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ രാവിലെ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. രാജ്യത്ത് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജമ്മു കശ്മീരിൽ നടപ്പിലാക്കിയതിന്റെ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിലയിരുത്തി. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവലോകനം. പോലീസ്, ജയിലുകൾ, കോടതി എന്നിവയുടെ പ്രവർത്തനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തി. പുതിയ ക്രിമിനൽ നിയമങ്ങൾ സംബന്ധിച്ച് ജമ്മു കശ്മീരിലെ ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുമെന്ന് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷ പദ്ധതി മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 6,06,000 ഹെക്ടർ ഭൂമിയും 44.54 ലക്ഷം ലാൻഡ് പാർസലുകളും അളന്ന ഇന്ത്യയിലെ ഒരേയൊരു സംസ്ഥാനമായി കേരളം മാറിയെന്നത് അഭിമാനകരമാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാർ വെബ്സൈറ്റുകൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും ഏകീകരണം കൊണ്ടുവരുന്നതിന് ഡിജിറ്റൽ ബ്രാൻഡ് ഐഡന്റിറ്റി പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT സഹമന്ത്രി ജിതിൻ പ്രസാദയാണ് ന്യൂഡൽഹിയിൽ മാനുവൽ പുറത്തിറക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ IT മേഖലയിലെ വൻ ശക്തിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും സൗദി അറേബ്യയിലെ റിയാദിൽ ചർച്ചകൾ നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യുക്രൈനിന്റെ നാറ്റോ സഖ്യപ്രവേശനം അനുവദിക്കാനാകില്ലെന്ന് റഷ്യ നിലപാടെടുത്തു. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യമായ വ്യവസ്ഥകളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. അതേസമയം യുക്രൈനും യൂറോപ്യൻ നേതാക്കളും ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നില്ല. യുക്രൈനിനെ പങ്കെടുപ്പിക്കാതെ നടത്തുന്ന ചർച്ചയിലെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അറിയിച്ചു. 3600 കോടി രൂപയുടെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേൽ ജെയിംസിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കസ്റ്റഡിയിലായി 6 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പുതിയ മന്ദിരോദ്ഘാടനം കേന്ദ്രമന്ത്രി JP നദ്ദയും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ചേർന്ന് മറ്റന്നാൾ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ശശി തരൂർ MP തുടങ്ങിയവർ പങ്കെടുക്കും. റെയിൽ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ നിരന്തര ചർച്ചകൾ ആവശ്യമാണെന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി V സോമണ്ണ. ഇതിനായി കേരള സർക്കാർ മുൻകൈ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആശയവിനിമയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർക്കല, ശിവഗിരി, തൃശൂർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ 35 സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിൽ അമൃത് സ്റ്റേഷനുകളാക്കി മാറ്റുമെന്നും തിരുവനന്തപുരം, പാറശാല, എറണാകുളം, അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ പ്രവൃത്തികൾ അടുത്ത വർഷം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിങ്ങിന് അറുതി വരുത്താൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാനതലത്തിൽ റാഗിംഗ് വിരുദ്ധ സംവിധാനമൊരുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. എല്ലാ ക്യാമ്പസുകളിലും ഇതു സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് പ്രിൻസിപ്പൽമാരുടെ യോഗം ചേരാൻ തീരുമാനിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1905 കോടി രൂപ കൂടി വികസന ഫണ്ടിനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപഞ്ചായത്തുകൾക്ക് 1000 കോടി രൂപയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 245 കോടി വീതവും, മുനിസിപ്പാലിറ്റികൾക്ക് 193 കോടിയും കോർപ്പറേഷനുകൾക്ക് 222 കോടി രൂപയുമാണ് വികസന ഫണ്ടിന്റെ 3ാം ഗഡുവായി അനുവദിച്ചത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. 2ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ കേരളം 7 വിക്കറ്റ് നഷ്ടത്തിൽ 418 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.